നമസ്കാരം. ആറ്റുകാൽ ജ്യോതിഷം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഫെബ്രുവരി 25 വിശ്വപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയാണ്. അതായത് ദശലക്ഷക്കണക്കിന് പൊങ്കാല നടന്ന് ഗിന്നസ് ബുക്കിൽ വരെ പ്രകീർത്തിക്കപ്പെട്ട ആറ്റുകാലമ്മയുടെ പൊങ്കാല. ആറ്റുകാൽ പൊങ്കാല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെല്ലാ സ്ത്രീജനങ്ങൾക്ക് ഏറ്റവും ആവേശവും അവരുടെ ഒരു അഭിമാനവുമാണ് ആറ്റുകാൽ പൊങ്കാല. അതുകൊണ്ട് തന്നെ ആറ്റുകാൽ പൊങ്കാല ഇത്തവണ ധാരാളം സ്ത്രീജനങ്ങൾ പൊങ്കാലയിടാനായി മനസ്സും അവരുടെ തയ്യാറെടുപ്പുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. വ്രതം കൊണ്ടും അതുപോലെ തന്നെ അവരുടെ മുൻകരുതലുകൾ കൊണ്ടും ഒക്കെ ആറ്റുകാൽ പൊങ്കാല ഇടാനായിട്ട് എല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു വിശിഷ്ട വേളയിൽ ആറ്റുകാൽ അമ്മയുടെ പൊങ്കാല സമർപ്പിക്കുമ്പോൾ നമ്മൾ ചൊല്ലാൻ കഴിയുന്ന അല്ലെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു വിശിഷ്ടമായ മന്ത്രം ഞാനിവിടെ പറയും. ആ മന്ത്രം രണ്ട് കാര്യങ്ങൾക്ക് ഗുണം ചെയ്യും. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖ ദുരിതങ്ങൾ നീങ്ങാനും സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകാനും അതുപോലെ തന്നെ ശത്രുദോഷം, മറ്റ് തടസ്സങ്ങൾ, സന്താനങ്ങളെ കൊണ്ടുള്ള ദുഃഖം, ഇതെല്ലാം മാറാൻ ഏറ്റവും നല്ല മന്ത്രമാണ് ഈ മന്ത്രം. നമ്മൾ ആദ്യ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് ജപിക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും. കാരണം ഈ ബൈഹാർട്ട് ആക്കാൻ ബുദ്ധിമുട്ട് തോന്നിയേക്കാം. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നമ്മൾ ജപിച്ച് ശീലിക്കുന്നത് നല്ലതാണ്. ഈ മന്ത്രം താന്ത്രിക പ്രാധാന്യമുള്ള ഭദ്രികാ മന്ത്രം എന്നറിയപ്പെടും. ഭദ്രകാളിയുടെ അല്ലെങ്കിൽ ഭദ്രമായി നമ്മളെ സൂക്ഷിക്കുന്ന അമ്മയുടെ മന്ത്രമാണ്. വളരെ അപൂർവമായ ഒരു മന്ത്രമാണ്. ഈ മന്ത്രം ഞാൻ പറയാൻ കാരണം, സാധാരണ നമ്മൾ പൊങ്കാല അമ്മയ്ക്ക് സമർപ്പിക്കുന്ന സമയങ്ങളിൽ സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി മാഹേശ്വരി നമസ്തുതേ എന്ന് ജപിക്കാറുണ്ട്. അത് നല്ല ദേവി മഹാത്മ്യത്തിലെ ഉത്തമമായൊരു സ്തുതിയാണ്. അതുപോലെ തന്നെ നമ്മൾ മന്ത്രങ്ങൾ അറിയാവുന്നവർ മന്ത്രങ്ങൾ ജപിക്കാറുണ്ട്. മന്ത്രങ്ങളിൽ തന്നെ ഭദ്രകാളിയുടെ ബീജമായ ക്രീം, അതുപോലെ തന്നെ ശക്തി ബീജമായ ഹ്രീം, അതുപോലെ തന്നെ ലക്ഷ്മി ബീജമായ ശ്രീം, ഈ ബീജങ്ങൾ ചേർന്നുള്ള മന്ത്രങ്ങൾ നമുക്ക് വളരെയധികം അനുഗ്രഹം ഉണ്ടാക്കി തരും. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ജപിക്കുന്ന മന്ത്രം എന്ന് പറയുന്നത് ഹ്രീങ്കാരം ചേർന്നുള്ള മന്ത്രമാണ്. ശരിക്കും ഭദ്രികാ മന്ത്രം എന്ന് പറയുമ്പോൾ അതിൽ ദുർഗാംബിക എന്നുള്ള സങ്കല്പമാണ്. പലർക്കും ആറ്റുകാലമ്മ ഏത് ദേവീഭാവമാണെന്നുള്ളതിൽ വളരെയധികം സംശയം തോന്നാറുണ്ട്. അമ്മ യഥാർത്ഥത്തിൽ ബാലികയായിട്ടാണ് ഇവിടെ എത്തുന്നത്. മുല്ലുവീട്ടിൽ കാരണവർക്ക് ദർശനം നൽകുന്നത് ബാലികയായിട്ടാണ്. പക്ഷേ അമ്മയെ അവിടെ ഭദ്രകാളി വിധാനത്തിലാണ് കുടിയിരുത്തിയത്, പ്രതിഷ്ഠിച്ചത്. ഇതൊക്കെയാണെങ്കിലും അമ്മ പിൽക്കാലത്ത് ഭഗവതീ ഭാവത്തിലാണ് അറിയപ്പെട്ടത്. ആറ്റുകാൽ അമ്മ ഒരമ്മ ദൈവമായിട്ട്, അതായത് വളരെ സാത്വികമായ ദേവീഭാവത്തിലാണ് അറിയപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭദ്രികാ മന്ത്രം അമ്മയ്ക്ക് കാളിഭാവവും ദുർഗാഭാവവും സരസ്വതി ഭാവവും എല്ലാം ഒത്തുചേർന്നുള്ള ഭാവമാണ് ദേവിക്ക്. വളരെ ശാന്തസ്വരൂപിണിയായ അമ്മയാണ്. അല്ലാതെ നമ്മുടെ വെള്ളായണി ദേവി, കൊടുങ്ങല്ലൂരമ്മ പോലുള്ള ഒരു എങ്ങനെ പറയാൻ യുദ്ധദേവതാ ഭാവം അല്ല അമ്മയ്ക്ക്. അമ്മ അനുഗ്രഹശീലയായ സർവകാര്യ സിദ്ധാർത്ഥം നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന നമ്മുടെ പെറ്റമ്മയ്ക്ക് തുല്യമായ ഒരമ്മ ഭാവമാണ് ആറ്റുകാലമ്മയ്ക്കുള്ളത്. ഞാൻ ഈ മന്ത്രത്തിലേക്ക് കടക്കുന്നു. ഓം ഹ്രീം ഭദ്രികേ ദേവി സർവശക്തി സ്വരൂപിണി ദുർഗേ ദുർഗാംബികേ ദേവി നീലപർവ്വതവാസിനി സർവസിദ്ധിം ഗുരുഗുരു ഹ്രീം സ്വാഹ. ഇതാണ് ഭദ്രികാ മന്ത്രം. ഇത് എഴുതി കാണിക്കുന്നുണ്ടാവും, അതിൻ്റെ ബോക്സിൽ ഇതുണ്ടാവും നമ്മുടെ. ഒപ്പം തന്നെ ഇനിയൊന്ന് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ പൊങ്കാല വരുമ്പോൾ സാധാരണ ദേവീ പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കും ഐശ്വര്യ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു വർഷമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൊവ്വയാണ് ദേവിയെ പ്രതിദാനം ചെയ്യുന്ന ഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രഹം. അപ്പൊ ചൊവ്വ ഇപ്പോൾ ഉച്ചനായി മകരത്തിൽ നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വ അനുഗ്രഹശാലിയായി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ചൊവ്വ മകരത്തിൽ ഉച്ചനെന്ന് പറയുമ്പോൾ ദേവീഭാവത്തിലാണ്, അതായത് യുഗ്മരാശിയാണ്. ഓജരാശിയിലാണെങ്കിൽ സുബ്രഹ്മണ്യൻ എന്ന് പറയാം. അപ്പോൾ ദേവി ഇപ്പോൾ അനുഗ്രഹിച്ച് നിൽക്കുന്ന ഒരു കാലമാണ്. ഈ സമയത്ത് നമ്മൾ ദേവീ മന്ത്രങ്ങൾ ചൊല്ലുകയും പൊങ്കാല അർപ്പിക്കുകയും ചെയ്യുന്നത് വളരെ ഐശ്വര്യം നൽകും. ഇതോടൊപ്പം ഒരു ചെറിയ വിശേഷം പറയാനുള്ളത്, ഒരു പക്ഷേ നമുക്ക് പൊങ്കാല സമയത്ത്
നമുക്ക് പോയി പൊങ്കാലയിടാൻ ആറ്റുകാൽ പോയി അമ്മയുടെ അടുത്ത് പൊങ്കാലയിടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും കഴിയാത്തവർ വിഷമിക്കരുത്. അടുത്ത വർഷം പൊങ്കാലയിടാനുള്ള അനുഗ്രഹം ഉണ്ടാക്കി തരണമെന്ന പ്രാർത്ഥനയുമായിട്ട് പൊങ്കാല ദിവസം വീട്ടിൽ നിലവിളക്ക് ഭദ്രദീപം കത്തിച്ച് അതിന് മുന്നിലിരുന്ന് ഈ മന്ത്രം ചൊല്ലി ആറ്റുകാൽ അമ്മയെ പ്രാർത്ഥിച്ച് ചുവന്ന പൂക്കൾ വിളക്കിൻ്റെ മുമ്പിൽ സമർപ്പിച്ചാൽ, അതായത് 9 തവണ മന്ത്രം ജപിക്കണം മിനിമം. ഏത് മന്ത്രവും നവഗ്രഹങ്ങൾ, നവധാന്യം എന്നെല്ലാം പറയുന്ന പോലെ 9-നാണ് പ്രാധാന്യം. അപ്പോൾ 9 തവണ മിനിമം ജപിക്കണം. കൂടുതൽ 9ന്റെ ഗുണിതങ്ങളായ 27, 36, 54, 108 ഇങ്ങനെ ജപിക്കാം. അപ്പോൾ 9 തവണ എങ്കിലും നമ്മൾ പൂക്കൾ കൊണ്ട് ദേവിയെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ച് നിലവിളക്കിൻ്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കുക. തീർച്ചയായിട്ടും ആറ്റുകാൽ പൊങ്കാല സമയത്ത് നമ്മൾ വ്രതാനുഷ്ഠാനം തീർച്ചയായിട്ടും നോക്കണം. 9 ദിവസം നോക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു 3 ദിവസമെങ്കിലും വ്രതത്തിലായിരിക്കണം നിർബന്ധമായി. വ്രതാനുഷ്ഠാനം സാധാരണ ഇപ്പോൾ എല്ലാവരും വ്രതാനുഷ്ഠാനങ്ങളൊക്കെ നോക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അതിനെപ്പറ്റിയുള്ള ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. മറ്റൊന്ന്, ഞാൻ ഇതിൻ്റെ കൂടെ എളുപ്പം ചൊല്ലാൻ കഴിയുന്ന ഒരു ചെറിയ മന്ത്രം കൂടെ പറയാം. ആ ചെറിയ മന്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൈഹാർട്ട് ആവുകയും ചെയ്യും. ഒരു പക്ഷേ നമുക്ക് പൊങ്കാലിടുന്ന സമയത്ത് മറ്റൊക്കെ ഈ മന്ത്രം പറയാൻ കഴിയും. ഈ മന്ത്രവും സ്തുതിയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. മന്ത്രം എന്ന് പറയുന്നത് ഏത് ദേവതയുടെയും ബീജാക്ഷരങ്ങൾ കലർന്ന അതിൻ്റെ എസൻസായ ഭാവമാണ്, അതായത് വളരെ ഷോർട്ടായിട്ടുള്ള ഭാവം. നമ്മളിപ്പോൾ ഒരു പാത്രം നിറയെ ചോറും കറികളും കഴിക്കുന്നതിന് തുല്യമാണ്. അത്രയും നമുക്ക് എനർജിയും അനുഗ്രഹവും കിട്ടും. വളരെ കുറച്ച് ധാന്യങ്ങളോ അണ്ടിപ്പരിപ്പ് പിന്നെ ബദാം ഇങ്ങനെയുള്ള ഇതെല്ലാം കൂടി നമ്മൾ പാലിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ചെറിയ അതിൻ്റെ ഒരു സത്ത് ചേർന്നുള്ള ചെറിയൊരു അംശമാണ് നമ്മൾ ഉൾക്കൊള്ളുന്നതെങ്കിലും പൂർണ്ണമായി ഒരു വലിയ ആഹാരം രീതിക്ക് തുല്യം ഈ സത്ത് അനുഭവപ്പെടും. അതായത് മന്ത്രം നമ്മൾ ഒരു തവണ ജപിക്കുന്നത് ഒരു പക്ഷേ നമുക്ക് 1 മിനിറ്റോ സെക്കൻഡോ മതിയാവും. ആ മന്ത്രം നമുക്ക് ഒരു ലളിതാ സഹസ്രനാമം മുഴുവൻ ജപിക്കണമെങ്കിൽ നമുക്കൊരു മിനിമം ഒരു 3/4 മണിക്കൂറെങ്കിലും വേണം. ആ 3/4 മണിക്കൂറിൻ്റെ ഈ മന്ത്രം നമുക്കൊരു 108, 1008 ഒക്കെ ജപിക്കാൻ പറ്റും. 1008 ജപിച്ചാൽ 1008 തവണ ലളിതാ സഹസ്രനാമം ജപിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് മന്ത്രങ്ങൾക്ക് പ്രാധാന്യമുള്ളത്. മന്ത്രങ്ങളെക്കുറിച്ച് ഞാൻ വേറെ നല്ല വിശദമായ വീഡിയോ പിന്നീട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ പുലർത്തുക. പലർക്കും സംശയമുണ്ട് മന്ത്രങ്ങൾ ജപിക്കാമോ? തീർച്ചയായിട്ടും മന്ത്രങ്ങൾ ഇന്ന ആളെ ജപിക്കാം, ഇന്ന ആളെ ജപിക്കാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാം ജീവാത്മാക്കളാണ്. എല്ലാ ജീവാത്മാക്കൾക്കും മന്ത്രങ്ങൾ ജപിക്കാം. പക്ഷേ ആ മന്ത്രജപത്തിൽ നമ്മൾ ഉദ്ദേശശുദ്ധി വളരെ ധാർമ്മികവും ശുദ്ധവൃത്തിയുള്ളതായിരിക്കണം. അപ്പോൾ ഈ ഒരു വരിയുള്ള മന്ത്രം ഞാൻ പറയാൻ കാരണം, നമുക്ക് മനസ്സിൽ ധാരാളം ജപിക്കുമ്പോൾ ധാരാളം പ്രാവശ്യം നമ്മൾ ലളിതാ സഹസ്രനാമം ജപിച്ച അത്രയും ഗുണം കിട്ടുന്ന മന്ത്രമാണ്. ഒറ്റ വരിയേ ഉള്ളൂ. ഓം ഹ്രീങ്കാര പീഠ മധ്യസ്ഥിതായേ നമഃ. ഒന്നുകൂടി പറയാം. ഓം ഹ്രീങ്കാര പീഠ മധ്യസ്ഥിതായേ നമഃ. നമുക്ക് എളുപ്പത്തിൽ ചൊല്ലാൻ കഴിയും. ദേവി പരാശക്തി ആറ്റുകാലമ്മ സ്ഥിതി ചെയ്യുന്നത്, എല്ലാ ദേവിമാരും സ്ഥിതി ചെയ്യുന്നത് ഹ്രീങ്കാരമാകുന്ന പീഠത്തിനകത്താണ്. ഹ്രീം ബീജം എന്നത് ബ്രഹ്മത്തിന് തുല്യമാണ്. ഹ്രീമാണ് ശക്തി. അതായത് നമ്മൾ ശിവൻ, ശക്തി, ഈ രണ്ട്, അതായത് പുരുഷൻ, പ്രകൃതി എന്നുള്ള തത്വത്തിലാണ് ഈ പ്രപഞ്ചത്തിലെ സർവ്വം നിലകൊള്ളുന്നത്. അപ്പോൾ അതിൽ ശക്തി തത്വമാണ് ഹ്രീങ്കാരം. അപ്പം ഓം ഹ്രീങ്കാര പീഠ മധ്യസ്ഥിതായൈ നമഃ എന്ന് ജപിക്കാം. ഇത് ലളിതാ സഹസ്രനാമത്തിൽ തന്നെ ഈ ഹ്രീങ്കാര പീഠ മധ്യസ്ഥായ എന്ന് പറയുന്നുണ്ട്. ഈ മന്ത്രം നമുക്ക് സ്ഥിരം ജപിക്കുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ചുറ്റും നിൽക്കും. അപ്പോൾ ഈ 2 മന്ത്രങ്ങളും നിങ്ങൾക്ക് ആറ്റുകാൽ പൊങ്കാല സമയത്ത് ജപിക്കാം. ഇനി ഒരു മന്ത്രം കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവി കവചമായി മാറുന്നൊരു മന്ത്രം. വേറെ ഒറ്റ വരിയുള്ള മന്ത്രമാണ്. നമ്മൾ ഈ വലിച്ചുവാരി ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ വളരെ കുറച്ച് ഷോർട്ടായിട്ട് അതിൻ്റെ മിനിയേച്ചർ ഫോമിൽ വളരെ എസൻസായ ശക്തിയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്താൽ മതി. അത് വളരെ എഫക്റ്റീവ് ആകും. അപ്പോൾ ഞാൻ പറയുന്ന മന്ത്രം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മളെല്ലാവരും ഓം നമശിവായ എന്ന് ജപിക്കാറുണ്ട്, ഓം ഹ്രീം നമശിവായ എന്ന് ജപിക്കാറുണ്ട്. ഈ ഹ്രീം ബീജം ഓമിൻ്റെ അപ്പുറവും ഇപ്പുറവും കടല മാറി വരുന്നതിനെയാണ് ശക്തി കവചം എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ വേണം: ഹ്രീം ഓം ഹ്രീം നമശിവായ. അപ്പം ഹ്രീം ഓം ഹ്രീം എന്ന് പറയുമ്പോൾ തന്നെ ഓമിന് അപ്പുറവും ഇപ്പുറവും ഹ്രീം കൊണ്ട് കവചം ചെയ്യുകയാണ്. ഹ്രീം ഓം ഹ്രീം നമശിവായ. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ജപിച്ച് വന്നാൽ നമുക്കൊരു കവചമായി മാറുകയും അത് ദേവി കവചം എന്നാണ് പറയുന്നത്. അതായത് ഓം ഹ്രീം നമശിവായ എന്നത് ശക്തി പഞ്ചാക്ഷരിയാണെങ്കിൽ ഹ്രീം ഓം ഹ്രീം നമശിവായ എന്നുള്ളത് ദേവി കവചമാണ്. അപ്പോൾ ഈ ദേവി കവചം നമ്മൾ പൊങ്കാല അർപ്പിക്കുമ്പോൾ മാത്രമല്ല, ഞാനീ പറഞ്ഞിട്ടുള്ള 3 മന്ത്രങ്ങളും പൊങ്കാല അർപ്പിക്കാൻ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ധനവും ഐശ്വര്യവും വരാനും നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ മാറാനും ജപിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇനി ഒന്നുകൂടി ഞാൻ പറഞ്ഞു വരികയാണെന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ ജ്യോതിഷ വിഷയത്തിലേക്ക് വരും. ജ്യോതിഷം, അതായത് നമ്മൾ മകരത്തിൽ ഉച്ചനായി ചൊവ്വ നിൽക്കുന്നതുകൊണ്ട് ദേവി അനുഗ്രഹിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മകരത്തിൽ ഉച്ചനായി നിൽക്കുന്നതുകൊണ്ട് ചൊവ്വ യോഗകാരകനായിട്ടുള്ള കർക്കിടകം ചിങ്ങം കൂറുകാർ, അതുപോലെ തന്നെ
ചൊവ്വയുടെ സ്വക്ഷേത്രമായ മേടം, അതുപോലെ തന്നെ ചൊവ്വയുടെ സ്വക്ഷേത്രമായ വൃശ്ചികം, കൂടാതെ ഈ നമ്മൾ ചൊവ്വയുടെ ഉച്ചക്ഷേത്രമായി പറഞ്ഞ മകരം, ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വർഷം ചൊവ്വയുടെ അനുഗ്രഹം കൊണ്ട് അടുത്ത് വരുന്ന ഒരു 6 മാസം നമുക്ക് വളരെ ഗുണകരമാണ്. ഒരു ഏറ്റവും കുറഞ്ഞ ഒരു 20ഓളം നക്ഷത്രക്കാർക്ക് വളരെ ഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും ദേവിയെ കൊണ്ടുവരുന്ന സമയമാണ്. മറ്റുള്ളവർക്ക് അഭാഗ്യം വരില്ല എന്നല്ല, അവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും. എങ്കിലും ഇവർക്കെല്ലാം വിശേഷാൽ ഭാഗ്യങ്ങളും ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങാനും വളരെ നല്ല അനുകൂല സമയമാണ്. ദേവി പ്രീതി വരുത്തിക്കൊണ്ടേ മുന്നോട്ട് പോവുക. ഒപ്പം തന്നെ കേതു കന്നിയിൽ നിൽക്കുന്ന സമയമാണ്. കേതു കന്നിയിൽ നിൽക്കുമ്പോൾ യുഗ്മരാശി ആയതുകൊണ്ട് ദേവി പ്രീതി, ചാമുണ്ഡി പ്രീതിയൊക്കെ വേണ്ട സമയമാണ്. അപ്പോൾ ഈ പൊങ്കാല ഇടുന്നത് അതിനും ഗുണമാണ്. സാക്ഷാൽ ദേവിയുടെ ഏറ്റവും വിശിഷ്ടമായൊരു മന്ത്രം, അതായത് ദേവി മാഹാത്മ്യം മുഴുവൻ ജപിക്കുന്നതിന് തുല്യമാണ് നവാക്ഷരി മന്ത്രം. ഓം ഐം ക്ലീം ഹ്രീം ചാമുണ്ടായേ വിച്ചേ നമഃ, ഓം ഐം ക്ലീം ഹ്രീം ചാമുണ്ടായേ വിച്ചേ നമഃ എന്നുള്ള നവാക്ഷരി മന്ത്രം, ചണ്ഡികാ മന്ത്രം ജപിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് കേതുദോഷം ബാധിക്കില്ല. അടുത്ത ഒരു വർഷം എല്ലാ നക്ഷത്രക്കാരും ഈ മന്ത്രം ജപിക്കേണ്ടതുണ്ട്. കാരണം കേതു 6-ലാവുമ്പോൾ വലിയ ദോഷം ചെയ്യില്ല എന്ന് പറയും, എങ്കിലും രോഗദുരിതം ഉണ്ടാക്കും. കേതുവിന് സർപ്പത്തിനൊക്കെ സാധാരണ 3-6 വലിയ ദോഷം ചെയ്യുന്ന സ്ഥാനങ്ങളല്ല, 11 ദോഷം ചെയ്യില്ല. പക്ഷേ ആ സ്ഥാനങ്ങൾ ദോഷം ചെയ്യില്ലെങ്കിൽ നമുക്ക് വരേണ്ട ഗുണങ്ങൾ വരാതെ പോകും. അതുപോലെ തന്നെ മറ്റ് സ്ഥാനങ്ങളിലെല്ലാം നമ്മുടെ ഇപ്പോൾ കേതു 2-ലാണ് വന്നാൽ നമുക്ക് ധനം, കുടുംബം, പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട നടക്കേണ്ട റെക്കോർഡുപരമായ കാര്യങ്ങൾക്ക് തടസ്സം വരാം. അപ്പോൾ അതുകൊണ്ട് കേതു പ്രീതി എല്ലാവർക്കും വേണ്ടതാണ്. നവാക്ഷരി മന്ത്രം ജപിക്കണം. അപ്പോൾ ഞാൻ ഇന്ന് ഭദ്രികാ മന്ത്രം പറഞ്ഞു, ഹ്രീങ്കാര പീഠമധ്യസ്ഥ മന്ത്രം പറഞ്ഞു, ദേവി കവചം പറഞ്ഞു, ചണ്ഡികാ മന്ത്രം പറഞ്ഞു. 4 മന്ത്രങ്ങൾ പറഞ്ഞു. ഇത് 4ഉം ദേവി പ്രാധാന്യമുള്ളതാണ്. സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുത്ത് ജപിക്കാൻ പറ്റുന്നതാണ്. പൊങ്കാല അർപ്പിക്കുമ്പോഴും ദേവി നാമങ്ങൾ ജപിക്കാനിരിക്കുമ്പോഴും ചൊവ്വയും വെള്ളിയും നിരന്തരം ജപിച്ചു വന്നാൽ ജീവിതത്തിൽ ഐശ്വര്യവും അനുഗ്രഹവും ഉണ്ടാവും. ആറ്റുകാലമ്മ എല്ലാ ഭക്തജനങ്ങളെയും അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ കൃപാകടാക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അമേ ദേവി മഹാമായി.